പൊന്നാനി ഏരിയ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം മദേഴ്സ് ഡേയോടനുബന്ധിച്ച് ടേബിൾ ടോക്ക് പരിപാടി ചന്തപ്പടി CV മൻസിലിൽ സംഘടിപ്പിച്ചു. നാഹിദയുടെ പ്രാർത്ഥനാഗീതത്തോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു. മുനീറ, ജമീല, കൃഷ്ണവേണി, ശകുന്തള, സൗദ പൊന്നാനി, സബിത, ബീന, റസീന, റുഖ്യ, നജീബ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റുഖ്യ ഫാറൂഖി പരിപാടി നിയന്ത്രിച്ചു. പൊന്നാനി ഏരിയ വനിതാ PR കോർഡിനേറ്റർ സൗദ ജബ്ബാർ സ്വാഗതവും ഹസീന ടീച്ചർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ 20ഓളം അമ്മമാർ പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി വനിതാ വിങ് സംഘടിപ്പിക്കുന്ന ഒരു ടേബിൾ ടോക്ക് പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഉള്ളത്. മദേഴ്സ് ഡേയോടനുബന്ധിച്ചിട്ട് എല്ലാവരും ഒരു ഡേയിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് ആഘോഷങ്ങൾ നടക്കുന്നത്. അതിന് വിപരീതമായിട്ട് നമുക്ക് മാതാക്കളോട് ഇന്നത്തെ ന്യൂജനോട് എന്താണ് പറയേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു ടേബിൾ ടോക്ക് നടത്താനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് രക്ഷിതാക്കളെ, അതായത് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പം അത് ഇനി ആ കാലഘട്ടം അല്ലാത്തൊരു രൂപത്തിൽ നമുക്കതിനെങ്ങനെ തിരിച്ചു പിടിക്കാം, അത് പ്രയാസകരമാണെങ്കിൽ കുറെയെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടേബിൾ ടോക്കും കൂടെ കൂടിയിട്ടാണ് ആ സമൂഹത്തിലേക്ക് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ടത്തെ കൂട്ടുകുടുംബത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ന്യൂക്ലിയറിൻ്റെ ഒരു ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് പോയ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഉള്ള സമൂഹത്തിലെ നമ്മളുടെ പിള്ളേരുകളോട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ, സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയെങ്കിൽ, അതാണ് ഇന്നത്തെ ഈ ടേബിൾ ടോക്ക് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി വനിതാ വിങ് സംഘടിപ്പിക്കുന്ന മാതൃദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോക്കാണ് ഇവിടെ നടക്കുന്നത്. മാതൃദിനം എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മമാരെ അവരുടെ ത്യാഗത്തെക്കുറിച്ച്, അവരുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഓർക്കാൻ വേണ്ടി നമുക്കൊരു ദിനം, അതിനൊരു ദിനത്തിൻ്റെ ആവശ്യമില്ല എങ്കിലും എല്ലാ ദിവസവും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ കൂടി മാതൃദിനം എന്ന് പറയുന്ന ഒരു ദിവസം, പ്രത്യേക ഒരു ദിവസം നമുക്ക് അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, അമ്മ എന്ന് പറയുന്നത്, അമ്മയെക്കുറിച്ച് വാഴ്ത്തിക്കൊണ്ട് എത്രയോ കവികൾ പാടിയിട്ടുണ്ട്. നമ്മുടെ പൊന്നാനിയുടെ ഇടശ്ശേരി എന്നെ പൂതപ്പാട്ട് എന്ന് പറയുന്ന ഒരു കവിത അമ്മയുടെ മഹാത്മ്യം വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് ഞാൻ ആരെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ ഉമ്മാക്ക് സുജൂദ് ചെയ്യാൻ പറയും. രണ്ടാമത് ആർക്കാണ് സുജൂദ് ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ രണ്ടാമതും ഉമ്മാക്ക് തന്നെ സുജൂദ് ചെയ്യണം, മൂന്നാമതും ഉമ്മാക്ക് തന്നെ സുജൂദ് ചെയ്യണം, നാലാമതാണ് വാപ്പാക്ക് സുജൂദ് ചെയ്യാൻ പറയുന്നത്. അത്രയ്ക്കും ഉമ്മയുടെ കാലടി ചുവട്ടിലാണ് സ്വർഗം എന്ന് വിശ്വസിക്കുന്ന നമ്മൾ, പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ പുറം ലോകത്തേക്ക് നോക്കുമ്പോൾ പല അമ്മമാരും പ്രായമാകും തോറും അവർ ഉപേക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മമാരെ ചേർത്ത് പിടിക്കാൻ? ഈ മദേഴ്സ് ഡേയുടെ ഒരു ടോക്ക് ശരിക്ക് അമ്മമാർ ആയ നമ്മളല്ല, അതിനേക്കാൾ കൂടുതൽ അമ്മമാരെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് പുരുഷന്മാരും കുട്ടികളും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടതാണ് എന്നുകൂടി ഞാനിതിലേക്ക് പറഞ്ഞു വയ്ക്കുകയാണ്. മാതാപിതാക്കളെ മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള അവശരായ എല്ലാവരെയും അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. എല്ലാവർക്കും മക്കളുണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ മാതാപിതാക്കൾക്കും അതുപോലെ സ്ഥാനം അവശരായ നമ്മളുടെ വീട്ടിലത്തെ കുടുംബത്തിലെ അംഗങ്ങൾക്കും നമ്മളെല്ലാവരും നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ദിവസവുമായി ബന്ധപ്പെട്ടിട്ട്. ഒരു സാഹചര്യമാണ് മക്കൾ വിദേശങ്ങളിൽ കൂടെ നിർത്താൻ രക്ഷിതാക്കളെ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പം കൂടുതലും മക്കളുള്ളത്. എന്നിരുന്നാലും അവരെ എങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റും? അവർ അനാഥരാകുന്ന, മാനസികമായിട്ടും ഒറ്റപ്പെടുക, അതുപോലെ തന്നെ ശാരീരികമായും ഒറ്റപ്പെടുന്ന അവസ്ഥകളെ എങ്ങനെയൊക്കെ മാറ്റി അവർക്ക് സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു വാർദ്ധക്യ ജീവിതം എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുക, അവർക്ക് കൊടുക്കാൻ പറ്റുക എന്ന ഒരു വലിയ ചിന്തയാണ് നമ്മൾ ഈ ടേബിൾ ടോക്കിലൂടെ ഉദ്ദേശിച്ചത്. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ, ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി.